എങ്ങനെ നിങ്ങളുടെ എക്സ്പേ ബാക്ക് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാം? ഇതിനായി നിങ്ങളുടെ കാർഡ്, ആധാർ കാർഡ്, പാൻ കാർഡ് ആവശ്യമാണ്. കാർഡിൽ ഒരു ബാർകോഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിന് മുകളിലായാണ് കാർഡ് നമ്പർ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെയും അവസാനത്തെയും 4 അക്കങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബാർകോഡിന് താഴെയായി കൊടുത്തിരിക്കുന്നതാണ് കിറ്റ് നമ്പർ. ഇനി നിങ്ങൾ നിങ്ങളുടെ എക്സ്പേ ബാക്ക് ആപ്പ് തുറക്കേണ്ടതാണ്. ഇതിൽ പ്രീപെയ്ഡ് കാർഡ് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്തതിന് ശേഷം കാർഡിലെ കിറ്റ് നമ്പറും അവസാന 4 അക്കങ്ങളും കൊടുത്ത് പ്രൊസീഡ് ചെയ്യുക. അടുത്തതായി നിങ്ങളുടെ പേരും ജനനതീയതിയും നിങ്ങളുടെ ലിംഗവും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും കൊടുത്തിട്ട് അടുത്ത പേജിലോട്ട് പോവുക. അടുത്ത പേജിൽ പാൻ കാർഡ് നമ്പർ കൊടുത്തിട്ട് ബോക്സ് സെലക്ട് ചെയ്ത് വെരിഫൈ ചെയ്യുക. നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ് കൺഫേം ചെയ്തിട്ട് മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കാർഡ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളൊരു സെക്യൂരിറ്റി പിന്നും അതുപോലെ തന്നെ ഒരു കാർഡ് പിന്നും ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. കാർഡ് POS മെഷീനിൽ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് കാർഡ് പിൻ. അതുപോലെ കാർഡ് പിൻ മാറ്റാനായി സെക്യൂരിറ്റി പിൻ യൂസ് ചെയ്യും. ഇതിനായി നിങ്ങൾ സെറ്റിംഗ്സിലോട്ട് പോയി റീസെറ്റ് പിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വാർണിംഗ് സൈൻ കൺഫേം ചെയ്യുക. അവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് വന്നിട്ടുള്ള OTP കൊടുക്കുക. സെക്യൂരിറ്റി പിൻ നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ സെക്യൂരിറ്റി പിൻ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കാർഡ് പിൻ ക്രിയേറ്റ് ചെയ്യണം. അതിനായി വീണ്ടും ഒന്നും കൂടി സെറ്റിംഗ്സിലോട്ട് പോയി റീസെറ്റ് പിൻ കൊടുക്കുക. നേരത്തെ കൊടുത്ത സെക്യൂരിറ്റി പിൻ അല്ലെങ്കിൽ ഫോൺ ലോക്ക് യൂസ് ചെയ്ത് അൺലോക്ക് ചെയ്യുക. കാർഡിലെ അവസാനത്തെ 6 ഡിജിറ്റ് അക്കവും എക്സ്പയറി ഡേറ്റും കൊടുത്ത് വെരിഫൈ ചെയ്യുക. അതുപോലെ മൊബൈലിലേക്ക് വന്ന OTPയും നിങ്ങളുടെ ജനനതീയതിയും കൊടുക്കുക. ഇതിനുശേഷം പിൻ നമ്പർ കൊടുത്ത് കൺഫേം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കാർഡിൻ്റെ പിൻ നമ്പറും സെലക്ട് ആയി കഴിഞ്ഞു. മിനിമം KYC പൂർത്തിയാക്കി കഴിഞ്ഞതോടുകൂടി നിങ്ങളുടെ മന്ത്ലി ലിമിറ്റ് 10,000 ആണ്. നിങ്ങൾ നിങ്ങളുടെ ലിമിറ്റ്സും ട്രാൻസാക്ഷനും സെറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനായി സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങളുടെ ട്രാൻസാക്ഷൻ ലിമിറ്റ്സ് സെലക്ട് ചെയ്യുക. ഓൺലൈൻ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്ത് ലിമിറ്റ് സെറ്റ് ചെയ്യുക. അതുപോലെ POSും എനേബിൾ ചെയ്ത് ലിമിറ്റ് സെറ്റ് ചെയ്യുക. ഇതിനുശേഷം ടാപ്പ് ആൻഡ് പേ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാവുന്നതാണ്. ATM വിഡ്രോൾ ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. അതിന് വീഡിയോ KYC എനേബിൾ ചെയ്യണം. അത് പൂർത്തിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് മന്ത്ലി ലിമിറ്റ് 2 ലക്ഷം വരെ യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണോ നിങ്ങളുടെ കാർഡ് യൂസ് ചെയ്ത് പർച്ചേസുകൾ നടത്താം.